അങ്ങയുടെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 29-ാം തിരുവാക്യം. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, പുനരുദ്ധാനത്തെപ്പറ്റി അങ്ങ് പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ടവരോട് അങ്ങ് അരുളി ചെയ്യുന്നുവല്ലോ, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാലാണ് പുനരുദ്ധാനത്തെപ്പറ്റി, നിത്യജീവിതത്തെപ്പറ്റി നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എന്ന്. ദൈവമേ, നിത്യജീവിതത്തെപ്പറ്റിയും പുനരുദ്ധാനത്തെപ്പറ്റിയുമുള്ള ബോധ്യങ്ങളും ഓർമ്മകളും എന്നിൽ വിശ്വാസമായി ആഴപ്പെടുവാൻ സ്വർഗത്തിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി തിരിച്ചറിയുവാൻ, ദൈവമേ അങ്ങയെ അനുഭവിക്കുവാൻ, ദൈവമേ തിരുവചനങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുവഴി ഞങ്ങൾക്ക് തെറ്റുപറ്റാതെ ഈ ലോകത്തിൽ കർത്താവെ നിത്യതയിലേക്ക് നടന്നെടുക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്നും അതിനുള്ള കൃപ ഇന്നേ ദിവസം അങ്ങ് പ്രത്യേകം എനിക്ക് നൽകണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേ